ഹലോ ലൈഫ് കസാനാണ് നിങ്ങളുടെ കൂടെ. വെൽക്കം ബാക്ക് ടു ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് റമദാൻ റെവല്യൂഷൻ. പണം അത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ലല്ലേ. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും. എന്നാൽ ഈ പണത്തിൻ്റെ മനഃശാസ്ത്രത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും അറിയോ? എപ്പോഴെങ്കിലും നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഒരേ ഓഫീസിൽ സെയിം പോസ്റ്റിൽ സെയിം സാലറി മേടിക്കുന്ന രണ്ട് വ്യക്തികൾ, അവരുടെ രണ്ടുപേരുടെയും ജീവിതം വളരെ വ്യത്യസ്തമാണ്. ഒരാൾ എപ്പോഴും സ്ട്രെസ്ഡ് ആണ്, മറ്റേയാൾ വളരെ സമാധാനത്തിലും. ഇറ്റ്സ് നോട്ട് എബൌട്ട് നമ്പർ, ഇറ്റ്സ് എബൌട്ട് മൈൻഡ് സെറ്റ്. പ്രശസ്തനായ മോർഗൻ ഹോസലിൻ്റെ സൈക്കോളജി ഓഫ് മണി എങ്ങനെയാണ് നമ്മുടെ ഇസ്ലാമിക് വാല്യൂസുമായിട്ട് അലൈൻ ചെയ്ത് കിടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൗസൽ പറയുന്നത് ബിഹേവിയർ ഓവർ നോളേജ്. ഹൗസൽ പറയുന്നു നമ്മുടെ IQ-വിനേക്കാളും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബിഹേവിയർ എന്ന്. നമ്മൾ പണമായി എന്തു ചെയ്യുന്നു എന്നത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഇസ്ലാമിൽ എന്ത് പറയുന്നു? നമ്മുടെ നീയത്ത് അഥവാ ഇൻറ്റൻഷനെ കുറിച്ച് പറയുന്നു. പിന്നെ നമ്മുടെ അഹ്ലാഖ് അഥവാ ക്യാരക്ടറിനെ കുറിച്ച്. അത് തന്നെയാണ് ഹൗസൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ള പണം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെന്നോ അത് എങ്ങനെ ചെലവിടുന്നു, എന്തിനു വേണ്ടി ചെലവിടുന്നു എന്നതാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഉദാഹരണത്തിന് പലിശ മേടിക്കാൻ പാടുള്ളതല്ല എന്ന് വളരെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിൽ. കാരണം എന്താ? അത് നമ്മൾ സമ്പാദിച്ച പണമല്ല, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണം എന്ന് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിൽ. കാരണം എന്താ? അത് അർഹതപ്പെട്ടവർക്ക് എത്തേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ബിഹേവിയറാണ് പലപ്പോഴും നമ്മുടെ വിവരത്തിനേക്കാൾ മുകളിൽ ഉള്ള കാര്യം എന്നത്. അടുത്തത് റിസ്ക്, ലക്ക് ആൻഡ് തവക്കൽ. ഹോസൽ പറയുന്നു മണി ഈസ് എബൌട്ട് റിസ്ക് ആൻഡ് ലക്ക് എന്ന്. നമ്മുടെ ഭാഗ്യവും റിസ്ക് എടുക്കാനും ഉള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനോഭാവത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിലും നമ്മൾ അത് തന്നെ വിശ്വസിക്കുന്നു. വി കോൾ ഇറ്റ് ആസ് ഖദർ, നമ്മുടെ ഡെസ്റ്റിനി, ആൻഡ് ആൾസോ തവക്കൽ, അതായത് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കൽ. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എല്ലാവരും ലക്ഷപ്രഭുക്കളായിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഭാഗ്യമാണ്. അത് അള്ളാഹ് കൊണ്ടുവന്ന് തിന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളിൽ എത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും സ്വീകാര്യതയുടെയും ഒരു ബാലൻസ് കൊണ്ടുവരാനും ലൈഫിനെ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തത് കോമ്പൗണ്ടിങ് ആൻഡ് കൺസിസ്റ്റൻസി. ചെറുതാണെന്നുണ്ടെങ്കിൽ പോലും സ്ഥിരമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. അത് നല്ല സ്വഭാവമാവാം, സേവിങ്സ് മെൻറ്റാലിറ്റി ആവാം, കൊടുക്കാനുള്ള മെൻറ്റാലിറ്റി ആവാം, പഠനമാവാം, ചാരിറ്റി ആവാം, എന്തും ആവാം. അത് പല തുള്ളി പെരുവെള്ളം എഫക്റ്റ് ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കും. അടുത്തത് വെൽത്ത് ഈസ് വാട്ട് യു ഡോണ്ട് സീ. ഹൗസിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ പണം എന്നത് സത്യത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നല്ല. റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ കണ്ടൻമെൻ്റ് ആണ്. നമ്മൾ എന്താണ് പൊസസ് ചെയ്യുന്നത് എന്നുള്ളതല്ല. നിങ്ങളൊരു ആഡംബര കാറ് മേടിച്ച് ഷോ ഓഫ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത്ര പണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്, അല്ലാതെ കിട്ടി എന്നുള്ളതല്ല. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സമാധാനം വേറെ ഒന്നുമില്ല. സത്യത്തിൽ പണം എന്ന ഒരു ടൂളാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ ഇസ്ലാമിക് വാല്യൂസുമായിട്ട് അലൈൻ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വെൽത്ത് ഉണ്ടാവുക മാത്രമല്ല, കൂടാതെ സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ വെൽത്ത് കൂട്ടാൻ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞ റിബ അഥവാ ഇൻട്രസ്റ്റ് നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. രണ്ടാമത്തത് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾക്ക് ഉള്ളതിന് എത്രത്തോളം നന്ദി കാണിക്കുന്നോ അത്രത്തോളം സ്വത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിരന്തരമായിട്ടുള്ള പാപമോചനത്തിനായിട്ടുള്ള പ്രാർത്ഥന, അതെത്രത്തോളം കൂട്ടുന്നോ അത്രയ്ക്ക് സമ്പത്ത് നമ്മളിൽ വന്നു ചേരും. 4, കുടുംബബന്ധം കൂട്ടിച്ചേർക്കുക. കുടുംബത്തെ സ്നേഹിക്കുകയും ഈഗോ ഇല്ലാതെ പിണക്കം മാറ്റി സ്നേഹത്തിലിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അടുത്ത 5, ചാരിറ്റി കൂട്ടുക. അള്ളാഹു പറഞ്ഞു, ആദാമിൻ്റെ മക്കളിൽ ആര് ചെലവിടുന്നോ അവരിൽ ഞാനും ചെലവിടുന്നു. ദാനം ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല. 6, ഹലാലായി സമ്പാദിക്കുക. നമുക്ക് അർഹതപ്പെട്ടത് മാത്രം എടുക്കാൻ ശ്രമിക്കുക, അല്ലാത്തത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. ഈ റമദാൻ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.